ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം തരത്തിലെ കെമിസ്ട്രിയിലെ അലോഹങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം നമുക്ക് ചുറ്റും നമ്മളെ ചുറ്റുപാടിലും നിരവധിയായിട്ടുള്ള അവസ്ഥകളിൽ നിരവധിയായിട്ടുള്ള രൂപങ്ങളിൽ കാർബണിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കാർബൺ അടങ്ങിയിട്ടുള്ള ഒരു പദാർത്ഥത്തിന് ഒരു സംയുക്തത്തിന് ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ത് പറയാം? കരി പറയാം അല്ലേ? കരിയുണ്ട്, കൽക്കരിയുണ്ട്, ഇതിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്? കാർബൺ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാർബണിനെ പറ്റിയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ്. കാർബണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? 2, 4 എന്നുള്ളതാണ് കാർബണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. കാർബണിൻ്റെ വാലൻസി എത്രയാണ്? ഇലക്ട്രോൺ വിന്യാസം 2, 4 ആയതുകൊണ്ട് തന്നെ കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. കാർബണിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക C എന്ന ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ചുറ്റുപാടും നിരവധി വ്യത്യസ്ത അവസ്ഥകളിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? കാർബണിനെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർബണിന്റെ രൂപാന്തരങ്ങളെ പറ്റിയിട്ടാണ്. കാർബണിന്റെ രൂപാന്തരങ്ങളെ പറ്റിയിട്ട്. അപ്പൊ രൂപാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? രൂപാന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂലകത്തിന്റെ തന്നെ വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയ വിവിധ രൂപങ്ങളെയാണ് നമ്മൾ രൂപാന്തരങ്ങൾ എന്ന് പറയാം. ഒരു മൂലകത്തിന്റെ തന്നെ വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോട് കൂടിയിട്ടുള്ള വിവിധ രൂപങ്ങളെ നമ്മൾ രൂപാന്തരങ്ങൾ എന്ന് പറയും. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ രൂപാന്തരത്വം എന്ന് പറയുന്നത്. ഓക്കെ, രൂപാന്തരം എന്താണെന്നും രൂപാന്തരത്വം എന്താണെന്നുള്ളതും ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാർബണിന്റെ രൂപാന്തരങ്ങളെ നമ്മൾ മെയിൻ ആയിട്ട് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അമോർഫസ് രൂപാന്തരങ്ങളെന്നും ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളെന്നും പറഞ്ഞ് 2 ആയിട്ട് നമ്മൾ അതിനെ തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളെ പറ്റിയിട്ടാണ്. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്രിസ്റ്റലീയ ഘടന ഉണ്ടാവും. കൃത്യമായ കാർബണിന്റെ അറേഞ്ച്മെന്റ്സോട് കൂടിയിട്ടുള്ള ഒരു കൃത്യമായ ക്രിസ്റ്റലീയ ഘടനയുള്ള രൂപാന്തരങ്ങളാണ് ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത്. ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളിലുള്ളത് മെയിനായിട്ട് 4 രൂപാന്തരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് മെയിനായി 4 രൂപാന്തരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 1 വജ്രം, 2 ഗ്രഫീൻ, 3 ഗ്രാഫൈറ്റ്, 4ാമത്തേത് ഫുള്ളറിൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫുള്ളറിൻ ഉണ്ട്, വജ്രമുണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, ഗ്രഫീൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വജ്രത്തെ പറ്റിയും ഗ്രാഫൈറ്റിനെ പറ്റിയിട്ടുമാണ്. ഓക്കെ, അപ്പൊ വജ്രം വളരെ കാഠിന്യമേറിയിട്ടുള്ള ഒരു വസ്തുവാണ്. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് വജ്രം വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. മാത്രമല്ല വജ്രത്തിന് ഉയർന്ന താപചാലകതയും ഉയർന്ന അപവർത്തനാങ്കവും ഉണ്ട്. 5ാമത്തെ കാര്യം വജ്രം എന്ന് പറയുന്നത് സുതാര്യമായിട്ടുള്ള ഒരു വസ്തുവാണ്. ഇത്രയും പൊതു സവിശേഷതകൾ വജ്രത്തിനുണ്ട്. വളരെ കാഠിന്യമേറിയതാണ് വജ്രം. വജ്രത്തിന് ഉയർന്ന അപവർത്തനാങ്കവും ഉയർന്ന താപചാലകതയും ഉണ്ട്. വൈദ്യുതിയെ കടത്തിവിടുന്നില്ല, സുതാര്യമാണ്. ഇത്രയുമാണ് വജ്രത്തിന്റെ പൊതു സവിശേഷതകൾ. വജ്രത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വജ്രം ആഭരണങ്ങൾ നിർമ്മിക്കാനാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഗ്ലാസ് മുറിക്കാനൊക്കെ നമ്മൾ വജ്രം ഉപയോഗിക്കുന്നുണ്ട്. വജ്രത്തിന്റെ ക്രിസ്റ്റലീയ ഘടനയ്ക്ക് ഈ പൊതു സവിശേഷതകളിലും ഈ ഉപയോഗങ്ങളിലും വളരെയേറെ പ്രാധാന്യമുണ്ട്. വജ്രത്തിന്റെ ക്രിസ്റ്റലീയ ഘടന എന്ന് പറയുന്നത് ഒരു കാർബണാറ്റം അതിന്റെ തൊട്ടടുത്തുള്ള മറ്റ് 4 കാർബണാറ്റവുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും. ഇത്തരം ബോണ്ടിങ് ഉള്ളത് കൊണ്ട്, ഇത്തരം ബന്ധനം ഉള്ളത് കൊണ്ട് തന്നെയാണ് വജ്രത്തിന്റെ കാഠിന്യത്തിന് കാരണം ഈ ക്രിസ്റ്റലീയ ഘടന തന്നെയാണ്. മാത്രമല്ല ഒരു കാർബണാറ്റം അതിന്റെ തൊട്ടടുത്ത 4 കാർബണാറ്റവുമായി തന്നെ ബന്ധനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് അവിടെ സ്വതന്ത്രമായിട്ടുള്ള ഇലക്ട്രോണുകൾ ഇല്ല. സ്വതന്ത്രമായ ഇലക്ട്രോണുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവ വൈദ്യുതി കടത്തിവിടുന്നുമില്ല. ഇത്രയാണ് നമുക്ക് വജ്രത്തിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഗ്രാഫൈറ്റിനെ പറ്റിയിട്ടാണ്. ഗ്രാഫൈറ്റിന്റെ പൊതു സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രാഫൈറ്റ് ചാര നിറത്തിലാണ് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. മാത്രമല്ല ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് വളരെ മൃദുവാണ്. അവ എളുപ്പത്തിൽ തെന്നി മാറുന്നതുമാണ്. ഗ്രാഫൈറ്റിന് ബാഷ്പീകരണശീലമില്ല.
ഇത്തരം പൊതു സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഗ്രാഫൈറ്റിനെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഗ്രാഫൈറ്റിന്റെ ആ ചാര നിറമുള്ളത് കൊണ്ട് തന്നെ നമുക്കവ പെൻസിലിന്റെ ലെഡ് നിർമ്മിക്കാനായി നമ്മളവയെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത് സ്നേഹകമായിട്ടാണ്. സ്നേഹകം എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഘർഷണം കുറക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ സ്നേഹകം എന്ന് പറയുക. അപ്പൊ ഖരാവസ്ഥയിലുള്ള സ്നേഹകമായിട്ട് നമ്മൾ ഗ്രാഫൈറ്റിനെ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാഫൈറ്റിന്റെ ക്രിസ്റ്റലീയ ഘടനയ്ക്ക് ഇതിൽ വളരെയേറെ പങ്കുണ്ട്. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഗ്രാഫൈറ്റ് സ്ഥിതി ചെയ്യുന്നത് പാളികളായിട്ടാണ്. ഒന്നിനും മീതെ ഒന്നായി പാളികളായി അടുക്കി വെച്ച രീതിയിലാണ് ഗ്രാഫൈറ്റിന്റെ ഘടനയുള്ളത്. ഗ്രാഫൈറ്റിന്റെ ഒരു പാളിയിൽ നിന്ന് അടുത്ത പാളിയിലേക്ക് സഹസംയോജക ബന്ധനമില്ല. വളരെ ദുർബലമായ ബന്ധനം ഉപയോഗിച്ചാണ് പരസ്പരം ബന്ധിപ്പിച്ചിട്ടിരിക്കുന്നത്. അതേസമയം ഗ്രാഫൈറ്റിന്റെ ഒരു കാർബൺ ആറ്റം അടുത്ത 3 കാർബൺ ആറ്റവുമായിട്ടാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അവിടെ നാലാമതായിട്ടുള്ള കാർബൺ ആറ്റം എപ്പോഴും സ്വതന്ത്രമായിട്ടായിരിക്കും ഉണ്ടാവുക. അത്തരം സ്വതന്ത്രമായിട്ടുള്ള ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ടാണ് അവ വൈദ്യുതിയെ കടത്തിവിടുന്നത്. പാളികൾക്കിടയിൽ വളരെ ദുർബലമായിട്ടുള്ള ബന്ധനം ഉള്ളത് കൊണ്ടാണ് അവ എളുപ്പത്തിൽ തെന്നി മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്രിസ്റ്റലീയ ഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പല ആവശ്യങ്ങൾക്കും നമുക്ക് ഗ്രാഫൈറ്റിനെ ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രാഫൈറ്റിനെ പറ്റിയും വജ്രത്തെ പറ്റിയും നമുക്ക് പറയാനുള്ളത്. അടുത്തതായി നമുക്ക് ഫുള്ളറിനെ പറ്റിയും ഗ്രഫീനെ പറ്റിയുമാണ് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.